യെശയ്യാ അവന്റെ ദീർഘദർശനത്തിൽ പാടിപ്പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നോമ്പ് ഇതാകുന്നു. തൻ്റെ അപ്പത്തിൽ നിന്ന് വിശപ്പുള്ളവർക്കും വലഞ്ഞിരിക്കുന്നവർക്ക് കൊടുക്കുന്നതും ദരിദ്രന്മാരെ ധരിപ്പിക്കുന്നവനും ഒരു നാളും ചുരുങ്ങിപ്പോകുകയില്ല. അവൻ വെള്ളത്തിനരികെ നട്ടിട്ടുള്ളതും വേനലിലും വർഷത്തിലും ഇലകൾ പൊഴിയാത്തതുമായ വൃക്ഷത്തെ പോലെയായിത്തീരുകയും ചെയ്യും. തലമുറകൾ തോറും നീതിമാന്മാർ വെടിപ്പുള്ള നോമ്പാൽ ശ്രേഷ്ഠരായി തീർന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മോക്ഷം നേടുകയും ചെയ്തു. ദീർഘദർശിയായ മോശ നോമ്പാൽ പർവ്വതത്തിൽ വെച്ച് കർത്താവിനെ കണ്ടു. ദാനിയേൽ നോമ്പാൽ സിംഹങ്ങളെ ശാന്തരാക്കി. ഹാനനിയ ആദിയായവർ നോമ്പ് മൂലം അഗ്നിയാൽ ദഹിക്കാതെയിരുന്നു. എൻ്റെ സഹോദരന്മാരെ, കുറ്റമില്ലാത്ത ആയുധമാകുന്ന നോമ്പാൽ നാമും ജയം പ്രാപിച്ച് സുഹൃത നടപടികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചിട്ടും ദൈവഭക്തിയേക്കാൾ ശ്രേഷ്ഠമായ യാതൊന്നും ഞാൻ കണ്ടില്ല. അതിനെ സ്നേഹിക്കുന്നവന് ഭാഗ്യം. വലിയവനായ മോശ അതിനെ സ്നേഹിക്കുകയും വടികൊണ്ട് സമുദ്രത്തെ ഭാഗിക്കുകയും ചെയ്തു. നീതിമാനായ യൗസേപ്പ് അതിനെ സ്നേഹിക്കുകയും മിസ്രൈമിൽ രാജാവായി തീരുകയും ചെയ്തു. ഹാനനിയ ആദിയായവർ അതിനെ സ്നേഹിക്കുകയും അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അത് പൊന്നിനേക്കാൾ മോഹിക്കാത്തതും തേൻകട്ടയേക്കാൾ മധുരമുള്ളവയുമാകുന്നു. ദൈവഭക്തി ഇഷ്ടപ്പെടുന്നവന് ഭാഗ്യം.